നമസ്കാരം. ഇന്നത്തെ മുദ്രാവാങ്മയത്തിൽ കുചേലവൃത്തം ആട്ടക്കഥയിലെ ഒരു പദമാണ് മുദ്രയുടെ വിവരണത്തോടുകൂടി അവതരിപ്പിക്കുന്നത്. മുരിങ്ങൂർ ശങ്കരൻ പോറ്റി രചിച്ച കുചേലവൃത്തം ആട്ടക്കഥയിൽ കുചേലൻ എന്ന ബ്രാഹ്മണന്റെ ദാരിദ്ര്യവും ഈ ദാരിദ്ര്യ ദുഃഖത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഒരു പരിഹാരവും ആണ് വിവരിക്കുന്നത്. ആ ഒരു കഥയാണ് ഈ ആട്ടക്കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ശ്രീകൃഷ്ണന്റെ ഒരു രംഗം ഒക്കെ ഉണ്ട്. അത് രചനയിൽ സാധാരണ അത് അരങ്ങിൽ പതിവില്ല. അരങ്ങിൽ സാധാരണയായി അവതരിപ്പിക്കുന്ന ആദ്യത്തെ രംഗം കുചേല ബ്രാഹ്മണന്റെ അടുത്തേക്ക് കുചേല പത്നി വന്ന് അവരുടെ ദാരിദ്ര്യ ദുഃഖത്തെ കുറിച്ച് അവതരിപ്പിക്കുന്നതാണ്. ഈ രംഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കഥ ഒറിജിനലായി ഭാഗവതത്തിലുള്ളതാണ്. ആ ഭാഗവതത്തിൽ നിന്ന് വ്യത്യസ്തമായി കൃഷ്ണഗാഥയിലും മറ്റും ഈ കഥയെ അവതരിപ്പിക്കുന്നതിന്റെ പിന്തുടർച്ച ആയിട്ട് മാത്രമല്ല, കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ ഒരുപക്ഷെ ഇത് ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകും. വഞ്ചിപ്പാട്ടിൽ നിന്നുള്ള ആശയങ്ങൾ ഈ ആട്ടക്കഥയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടാകാം. ഏതായാലും ഇവിടെ അവതരിപ്പിക്കുന്ന കുചേലൻ 100% ഭക്തിയിൽ മുഴുകി ഏതാണ്ട് യാഥാർത്ഥ്യബോധം വിട്ടുപോയ ഒരു ഭക്തനെ പോലെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇങ്ങനെ യാഥാർത്ഥ്യബോധം വിട്ടുപോയ ഒരു ഭക്തനെ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന, തികച്ചും യാഥാർത്ഥ്യബോധമുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയായിട്ടാണ് ഈ കുചേലപത്നിയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കുചേലപത്നിയുടെ പദമാണ് ഇന്ന് മുദ്രാവിവരണത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ദ്വിജാവന്തി രാഗത്തിൽ ചെമ്പട ഇടമട്ട് താളത്തിലാണ് ഈ പദത്തിന്റെ ആലാപനം നിർവഹിക്കുന്നത്. കുചേലൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലേക്ക് ഈ കുചേലപത്നി പ്രവേശിക്കുന്നു. ഇടതുവശത്ത് കുചേലപത്നി നിൽക്കുന്നു. ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ആദരപൂർവം വന്ദിച്ച് പദം തുടങ്ങുകയാണ്. കല്യാണാലയ വാചം മേ വല്ലഭ കേൾക്ക മല്ലാരിപ്രിയ സാദരം എന്നാണ് തുടക്കം. കല്യാണാലയ, കല്യാണത്തിന്, നന്മയ്ക്ക്, ഗുണങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവനെ എന്നാണ്. ഇതാണ് കല്യാണം. കല്യാണ ആലയ, ഇരിപ്പിടമായിട്ടുള്ളവനെ. ആലയ, ഇത് സംബോധനയാണ്. വളരെ സന്തോഷത്തോടു കൂടിയല്ല ഈ പദം. തന്റെ ദാരിദ്ര്യ ദുഃഖത്തിൽ, ഈ ദാരിദ്ര്യ ദുഃഖം തന്റെ കുട്ടികളുണ്ട്, ഈ കുട്ടികളുടെ ദുഃഖം അതിൽ ഈ പദത്തിൽ പറയുന്നുണ്ട്. ആ ദാരിദ്ര്യ ദുഃഖത്തിന്റെ തീവ്രത മുഴുവൻ മനോഹരമായി അവതരിപ്പിച്ച് കാണിക്കുന്ന ആ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, അത് മുഴുവൻ, ഈ യാഥാർത്ഥ്യത്തെ മറന്ന് ഈശ്വരനെ ചിന്തിക്കുന്നതിനുള്ള അർത്ഥമില്ലായ്മ മുഴുവൻ ആവിഷ്കരിക്കുന്ന ഒരു മനോഹരമായ പദമാണ് ഈ ബ്രാഹ്മണ പത്നിയുടെ ഈ പദം. ഇതിന് മറുപടിയായി ഈ കുചേലൻ പറയുന്നുണ്ട്, യാഥാർത്ഥ്യമേവ നൂനം, നീ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ കുചേലനെ കൊണ്ടെത്തിക്കുന്ന ഒരു പദമാണ് ഇത്. അപ്പൊ കല്യാണാലയ ദുഃഖത്തോടു കൂടിയാണ്. കല്യാണത്തിന് ഇരിപ്പിടമായിട്ടുള്ളവനെ, കല്യാണാലയ. വലതുവശത്താണ് സ്ത്രീവേഷത്തിന്റെ സംബോധനയായതുകൊണ്ടാണ് ഈ രീതി. കല്യാണാലയ, വാചം, വാക്ക്, വാചം മേ, എന്റെ, മേ വല്ലഭ കേൾക്കാം, വല്ലഭ ഭർത്താവേ. ഈ മുദ്രയില് ഇത് ഹസ്തലക്ഷണ ദീപികയിലുള്ള മുദ്രയല്ല, ഇതര ഗ്രന്ഥങ്ങളിൽ ഇത് ശിഖരം എന്ന പേരിൽ അറിയപ്പെടുന്ന മുദ്രയാണ്. വല്ലഭ, വല്ലഭ കേൾക്കാം, കേൾക്കാം, കേട്ടാലും. ഈ സാധാരണ കഥകളിയിൽ മാത്രമല്ല, ആ ഒരു ക്ലാസിക് കാലഘട്ടത്തിലെ കൃതികളിലെല്ലാം തന്നെ അതിന്റെ തുടക്കത്തിൽ, സംഭാഷണ രചനയുടെ തുടക്കത്തിൽ ഈ കേട്ടാലും, വാചം ശൃണു, അല്ലെങ്കിൽ കേൾനി എന്നൊക്കെ ഒരു തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കാണാം. ആ പദത്തിന്റെ ആരംഭമാണ് അത്. അല്ലാതെ കേൾക്കാതിരിക്കുന്ന ഒരാളോട് ഒന്ന് കേട്ടോളൂ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ അതിനെ എടുക്കേണ്ട ആവശ്യമില്ല.
അത് ആ പദത്തിന്റെ ആരംഭത്തിലുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള അവതരണം. അവിടെ ചില സംബോധനകളും എല്ലാം ഉണ്ടാവും. ഇവിടെ ആ സംബോധനയ്ക്ക് വളരെ അർത്ഥമുണ്ട്. കല്യാണാലയ എന്നുള്ള ആദ്യത്തെ വിളിയിൽ നിന്ന് തന്നെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് നീ ശരിയായ അർത്ഥത്തിൽ എടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, കാരണം അത്രയും ഗുണമുള്ളയാളാണ് നീ എന്നുള്ള അർത്ഥത്തിലാണ് കല്യാണാലയ. അതുപോലെ മല്ലാരിപ്രിയ സാദരം, കേൾക്കാം മല്ലാരിപ്രിയ സാദരം. മല്ലാരിപ്രിയൻ, ശ്രീകൃഷ്ണന്റെ സുഹൃത്തായിട്ടുള്ളവൻ. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മല്ലാരി പ്രിയ സുഹൃത്ത്. മല്ലാരി പ്രിയ വീണ്ടും സംബോധനയാണ്. മല്ലാരി പ്രിയ സാദരം, വേണ്ടതുപോലെ, വഴി പോലെ എന്നൊക്കെയാണ് ഇന്നത്. ഇത് വലതുവശത്തിരിക്കുന്ന ഒരാളോടാണ് കാണിക്കുന്നതെങ്കിൽ ഇടത്തെ കൈ കൊണ്ടായിരിക്കും കാണിക്കുന്നത്. ഇത് ആ ഇടതുവശത്തിരിക്കുന്ന ആളോടാണെങ്കിൽ വലത്തെ കൈ കൊണ്ടായിരിക്കും ഈ സാദരം എന്നുള്ള മുദ്ര കാണിക്കുന്നത്. അടുത്തത് വളരെ പ്രധാനമാണ്. കല്യാ കർമ്മ നിർമുക്തനല്ല നൂനം തേന ചൊല്ലുന്നു ശുചം വിപ്രതല്ലജ ഗുണാംബുധേ എന്ന് പറയുകയാണ്. കർമ്മ നിർമുക്തനല്ല. നമ്മള് കർമ്മങ്ങളൊക്കെ നിർമുക്തനായി, ഭഗവത്ഗീതയില് നൈഷ്കർമ്മ്യം എന്നൊരു വാക്കുണ്ട്. അതായത് ആഗ്രഹങ്ങളെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോൾ, ജീവിതത്തിൽ ഒരാളുടെ ആഗ്രഹങ്ങളൊക്കെ ഒടുങ്ങിക്കഴിയുമ്പോൾ ആ ആള് സ്വാഭാവികമായിട്ടും എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് നൈഷ്കർമ്മ്യം. ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥ. അതാണ് കർമ്മ നിർമുക്തൻ. ആ കർമ്മ നിർമുക്തൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കാരണം കുടുംബം സൂക്ഷിക്കുന്നയാളാണ് കുചേലൻ, കുട്ടികളുള്ളയാളാണ് കുചേലൻ. അതുകൊണ്ട് കർമ്മ നിർമുക്തനായി എന്നൊരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കർമ്മ നിർമുക്തനാണ് എന്ന് അങ്ങ് വിചാരിച്ചു പോകരുത്. അതാണ് എന്തൊരു മനോഹരമായിട്ടുള്ള അവതരണമാണ് കല്യാ. ശ്രേഷ്ഠനായിട്ടുള്ളവനെ കല്യാ, കല്യാ സംബോധനയാണ്. കല്യാ കർമ്മ നിർമുക്തൻ, കർമ്മങ്ങളിൽ നിന്നും മുക്തനായവൻ, മോക്ഷം പ്രാപിച്ചവൻ. അങ്ങനെയല്ല, അതാണ് കർമ്മ കർമ്മ നിർമുക്തൻ, കർമ്മം ഉപേക്ഷിച്ചവർ അല്ല. അങ്ങനെ അല്ല. നൂനം, കർമ്മ നിർമുക്തരല്ല. നൂനം തേന, അതുകൊണ്ട്. അതുകൊണ്ട് ചൊല്ലുന്നു ശുചം, അതുകൊണ്ടാണ് ഞാൻ ഈ ദുഃഖം പറയുന്നത് എന്നാണ്. തേന ചൊല്ലുന്നു ശുചം, ചൊല്ലുന്നു, പറയുന്നു. ശുചം ദുഃഖം. വിപ്രതല്ലജ ബ്രാഹ്മണ ശ്രേഷ്ഠ ഗുണാംബുധേ, ഗുണങ്ങൾക്ക് ഇരിപ്പിടമായവനെ. ഗുണാംബുധേ. അവിടെ ഒരു ചെറിയ കലാശമുണ്ട്. പറയാണ്, ഇല്ല മറ്റൊരുവർക്കേവം ദാരിദ്ര്യ ദുഃഖം ഇല്ലവും അതിജീർണമായി ദുർലഭം യതി സർവം ശല്യാന്യമതും കാണുവാൻ ഇല്ല വസ്ത്രവും പാർത്താൽ അല്ലൽ അതുകൊണ്ടേവും എന്ന് പറയാണ്. ദാരിദ്ര്യ അവസ്ഥ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു ചരണമാണ് ഇത്. ഇല്ല മറ്റൊരുവർക്കേവം ദാരിദ്ര്യ ദുഃഖം, ഇല്ല ഇല്ല മറ്റൊരുവർക്കേവം. മറ്റ് വലതുവശത്ത് ഇരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോ ഇടത് കൈ കൊണ്ട് വേണം ഈ മുദ്രകൾ കാണിക്കാൻ. അതുകൊണ്ടാണ് മറ്റ് ഒരുവർക്ക്, മറ്റാർക്കും ഇല്ല. മറ്റൊരുവർക്ക്, ഒരുവർക്ക് ഏവം ഇപ്രകാരം, ഏവം ദാരിദ്ര്യ ദുഃഖം, ഭക്ഷണം ഇല്ലായ്മ കൊണ്ട് ഉള്ള, ദാരിദ്ര്യം കൊണ്ടുള്ള ദുഃഖം.
ഇങ്ങനെ ഒരു ദാരിദ്ര്യ ദുഃഖം മറ്റൊരാൾക്കും ഇല്ല. മാത്രമല്ല ഇല്ലവും അതിജീർണമായി. ഈ ഇല്ലം, ഗൃഹം, വീട്, ഇല്ലവും, ഈ ഇല്ലവും വളരെയധികം ജീർണമായി, പുതുക്കിപ്പണിയാതെ താനിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് പോലുമുള്ള ഒരു യാഥാർത്ഥ്യ ചിന്ത ഇല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇരിക്കുന്ന ഇല്ലം ജീർണമായി, ജീർണിച്ചു പോയിരിക്കുന്നു. ദുർലഭം യതി സർവം ശാല്യാന്നമതം കാണാൻ. എല്ലായിടത്തും അന്വേഷിച്ചാലും ഒരു ശാല്യാന്നമതം കാണാൻ ദുർലഭമാണ്. ഈ വീട്ടിൽ നമ്മളെ അന്വേഷിച്ചു ചെന്നാൽ പോലും, എല്ലായിടത്തും നമ്മൾ തിരഞ്ഞാൽ പോലും ശാല്യാന്നം കിട്ടുന്നില്ല. അതാണ് ദുർലഭം. ദുർലഭം. അന്വേഷിച്ചു എങ്കിൽ, എല്ലായിടത്തും അന്വേഷിച്ചു എങ്കിൽ ശാല്യാന്നമതും, നല്ല പച്ചരി, നെല്ല് കുത്തിയെടുത്ത അരിയാണ് അത് ശാല്യാന്നം. അതും ശാല്യാന്നമതും കാണാൻ ദുർലഭമാണ്. വല്ലപ്പോഴും ഞാൻ അടുത്ത ചരണത്തിൽ പറയുന്നുണ്ട്, വല്ലപ്പോഴും ഞാൻ എവിടുന്നെങ്കിലും യാചിച്ച് കൊണ്ടുവരുന്ന കുറച്ച് അരിയെ ഇവിടെ നമുക്ക് കാണാൻ കിട്ടുള്ളൂ. അതാണ് ദുർലഭം എന്ന് പറയാൻ കാരണം. ഇല്ലാ വസ്ത്രവും നമുക്ക് ധരിക്കാൻ, ഇല്ല വസ്ത്രവും. ഇതാണ് വസ്ത്രം എന്നുള്ള മുദ്ര. വളരെ സാങ്കേതികമായ മുദ്രയാണ് ഇത്, വസ്ത്രം. അപ്പൊ വസ്ത്രം ഇങ്ങനെയാണ് വസ്ത്രം എന്ന് കാണിക്കുന്നതെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും, വസ്ത്രം എന്ന് മനസ്സിലാകും. അപ്പൊ അത് ചേഷ്ട നാട്യധർമ്മിയായിട്ടുള്ള ഒരു മുദ്രയാണ്. ആ ചേഷ്ടയെ, വസ്ത്രത്തിന്റെ ചേഷ്ടയെ, ധരിക്കുക എന്ന് പറയുന്ന ചേഷ്ടയെ കാണിക്കുന്ന, അത് ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ സാങ്കേതികമാണ്, സങ്കേത നാട്യധർമ്മിയാണ് ഈ മുദ്ര. കൂടുതൽ സാങ്കേതികമാണെന്നാണ് വസ്ത്രം. ഇല്ലാ വസ്ത്രവും പാർത്താൽ അല്ലൽ അതുകൊണ്ട് ഏറ്റം. ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ, പാർത്താൽ, ചിന്തിച്ചാൽ, പാർത്താൽ അല്ലൽ ദുഃഖം, അതുകൊണ്ട്, അത് കൊണ്ട്, പാർത്താൽ അല്ലൽ അതുകൊണ്ട് ഏറ്റം. ഈ ഏറ്റം എന്ന മുദ്ര എപ്പോഴും വലത് കൈ കൊണ്ടേ കാണിക്കുള്ളൂ. വലതുവശത്തിരിക്കുന്ന ആളോടായാലും ഇടതുവശത്തിരിക്കുന്ന ആളോടായാലും വലത് കൈ കൊണ്ട് മാത്രമേ ഇത് കാണിക്കുള്ളൂ. അത് കഴിഞ്ഞൊരു കലാശം. പിന്നെ പറയുകയാണ്, ഈ ബ്രാഹ്മണ സ്ത്രീ എങ്ങനെയാണ് ഈ കുട്ടികൾക്കും കുചേലിനും ഒക്കെയുള്ള ഭക്ഷണം ഒരുക്കുന്നത് എന്ന് പറയുകയാണ്. ഓരോരോ പുരങ്ങൾ തോറും ചെന്നു യാചിച്ചാൽ കാരുണ്യമുതിപ്പോരില്ലേ. അതായത് ഓരോരോ ഗൃഹങ്ങളിൽ പോയി യാചിച്ചാലും കാരുണ്യത്തോടു കൂടി എന്തെങ്കിലും തരുന്നവരില്ല. ഇനി അതല്ലെങ്കിൽ സൂര്യാസ്തമയെ നോ ചെയ്ത് ആര്യ കളമ ലവം പാരാതെ തരും. അത് കാരണം എത്ര കഷ്ടം എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഓരോരോ പുരങ്ങൾ തോറും, ഓരോരോ വീടുകളിൽ, ഓരോരോ പുരങ്ങൾ തോറും, പുരങ്ങൾ തോറും എന്നു യാചിച്ചാൽ, എന്ന് യാചിച്ചാൽ, ഓരോരുത്തരോട് യാചിച്ച് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന, ചെന്ന് യാചിച്ചാൽ കാരുണ്യമുതിപ്പോരില്ലേ. കാരുണ്യം
ഉദിപ്പോർ, ഉദിക്കുക, ഉദിക്കുന്നവർ, ഇല്ല. കാരുണ്യം ഉദിപ്പോരില്ലേ എന്ന് മാത്രമല്ല, ഇനി അതല്ലെങ്കിലോ സൂര്യാസ്തമയെ നോ ചെയ്ത്, നോ ചെയ്ത് എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ സൂര്യാസ്തമനം വരെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ആര്യ കളമ ലവം, ഒരൽപ്പം നെല്ല് കുത്തിയ അരി, ഒരൽപ്പം ലവം, ലവം എന്ന് വെച്ചാൽ ഒരൽപ്പം പാരാതെ തരും, അതു കാരണം എത്ര കഷ്ടം. അത് അങ്ങനെ അവര് നമ്മുടെ ദുഃഖത്തെ കുറിച്ചൊന്നും അധികം ആലോചിക്കാതെ, അതാണ് പാരാതെ തരും, അതു കാരണം എത്ര കഷ്ടം. ആ അല്പം മാത്രം അരി കിട്ടുന്നത് കൊണ്ട് നമുക്ക് തികയുന്നില്ല, അതെന്തൊരു കഷ്ടമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സൂര്യാസ്തമയെ, സൂര്യൻ അസ്തമയെ, അസ്തമിക്കുന്ന സന്ദർഭത്തിൽ, സൂര്യാസ്തമയെ നോ ചേത്, അല്ലെങ്കിൽ, നോ ചെയ്ത് ആദ്യം വരേണ്ടതാണ്. നോ ചെയ്ത് അല്ലെങ്കിൽ സൂര്യാസ്തമയെ കളമ ലവം പാരാതെ തരും എന്ന് പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് അതിന്റെ ആ പദഘടന കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ തന്നെ മുദ്ര കാണിച്ചു പോകുന്നതാണ് കഥകളിയുടെ പൊതുവെ രീതി. അത് അന്വയിച്ച് മുദ്ര കാണിക്കുന്നത് വളരെ ദുർലഭ സന്ദർഭങ്ങളിലേ ഉള്ളൂ. സാധാരണയായി ആ പദങ്ങൾ എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെ മുദ്ര കാണിക്കുക എന്നുള്ളതാണ് കഥകളിയുടെ ഒരു സ്വഭാവം. നോ ചെയ്ത് ആര്യ, ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ആര്യപുത്ര എന്നൊക്കെ വിളിക്കുന്ന അർത്ഥം. കളമ ലവം, അരി, ലവം അല്പം, പാരാതെ തരും, വിചാരമൊന്നും കൂടാതെ, പാരാതെ തരും, നമുക്ക് തരും. അതു കാരണം എത്ര കഷ്ടം, അതു കാരണം, ഇതാണ് കാരണം എന്നുള്ള മുദ്ര. അതു കാരണം എത്ര കഷ്ടം, എത്ര കഷ്ടം. ഈ കിട്ടുന്നത് അത് തന്നെ ഒരു ഭാഗ്യമാണ്. പക്ഷേ അത്ര കുറച്ചാണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് എന്തൊരു കഷ്ടമാണ്. അത് നേരത്തെ പറഞ്ഞു, ദുർലഭം എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. ഈ വീട്ടിൽ ആകെ നോക്കിയാലും ദുർലഭമായിട്ടേ അരി ഉള്ളൂ. അതെങ്ങനെ കിട്ടുന്നതാണ്? ഈ യാചിച്ച് എന്നാൽ വൈകുന്നേരം വരെ യാചിച്ചാൽ ആരെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ ദുഃഖമൊന്നും ഓർത്തിട്ടല്ല, വന്നല്ലോ എന്ന് വിചാരിച്ച് ഒരല്പം തന്നുവിടും. ആ ഒരു മുഖം ഒക്കെ കണ്ട് യാചിച്ചുകൊണ്ട് വരുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇനി അതിനേക്കാൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ തീവ്രമായിട്ടുള്ള ഘട്ടത്തിലേക്ക് വരികയാണ്. ഇല്ലത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു, പിന്നെ യാചനയെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഹൃദയവ്യഥയെ കുറിച്ചാണ് പറയുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈശ്വരനെ ഭജിച്ചിരിക്കുക എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഇവരുടെ ഈ ബ്രാഹ്മണ സ്ത്രീയുടെ വളരെ കുറിക്കുകൊള്ളുന്ന ചോദ്യമാണ്. ബാലഭാസ്കരൻ പൂർവാദ്രി മൗലിയിലായാൽ ബാലന്മാർ വിശന്നു വന്ന് കാലിണ അവലംബിച്ചാലാപിച്ചിടും നേരം പാലുള്ള ദുര ചെയ്യുവാൻ ആളല്ലേ ഫണീന്ദ്രനും. ഇത് വളരെ മനോഹരമായിട്ട് നാട്യധർമ്മിയാക്കിയിരിക്കുന്നു ഈ ആശയത്തെ, വളരെ ലോകധർമ്മിയായ ആശയത്തെ. അവസാനം ആളല്ലേ ഫണീന്ദ്രനും എന്ന് ചേർത്തിട്ട് അതിനെ അങ്ങോട്ട് നാട്യധർമ്മിയാക്കി കഥകളിയിലെ ഒരു ആശയമാക്കി അതിനെ പരിവർത്തിപ്പിച്ചതിന്റെ ഒരു സൗന്ദര്യം ആലോചനാരമണീയമാണ്. ഏതായാലും ബാലഭാസ്കരൻ, ഉദയസൂര്യൻ, ചുവപ്പ് രശ്മിയോട് കൂടിയ സൂര്യൻ, അതാണ് ബാലഭാസ്കരൻ. പൂർവാദ്രി മൗലിയായാൽ, പൂർവം അരങ്ങിൽ ഒരു അവതരണം നടക്കുമ്പോൾ അരങ്ങിന്റെ മുൻഭാഗമാണ്
കിഴക്ക്, പിൻഭാഗം പടിഞ്ഞാറ്, വലതു ഭാഗം തെക്ക്, ഇടതു ഭാഗം വടക്ക്. ഇതാണ് ഏത് വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്റ്റേജ് ആണെങ്കിലും ആ സ്റ്റേജിന്റെ മുൻഭാഗം കിഴക്ക് എന്നുള്ളതാണ്. ഈ ഒരു കോൺസെപ്റ്റ്, നാട്യശാസ്ത്രത്തിലുള്ള ഈ ഒരു കോൺസെപ്റ്റ് വളരെ വളരെ ആലോചനാരമണീയമാണ്, വളരെ മനോഹരമാണ്. കാരണം ആസ്വാദകർക്ക് വേണ്ടിയാണ് നടത്തുന്നത്. ഈ ആസ്വാദകനാണ് സൂര്യന്റെ സ്ഥാനത്ത്. സൂര്യൻ പടിഞ്ഞാട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അരങ്ങിന്റെ പിൻഭാഗം പടിഞ്ഞാറ് ആകുന്നത്. അങ്ങോട്ടാണല്ലോ ആസ്വാദകരെ തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആസ്വാദകരുടെ യാത്രയാണ് യഥാർത്ഥത്തിൽ കലാവതരണം എന്നുള്ള ഒരു ദർശനം തന്നെ ഈ ദിക്കിന്റെ തീരുമാനത്തിൽ നിന്ന് വരികയാണ്. ഞാനത് ചുരുക്കമായിട്ട് സൂചിപ്പിച്ചു പോയതേ ഉള്ളൂ. ഏതായാലും പൂർവാദ്രി മൗലിയിൽ, പൂർവ അദ്രി പർവ്വതം, പർവ്വതത്തിന്റെ അദ്രിയിൽ മുകളിൽ, പൂർവാദ്രി മൗലിയിൽ, മൗലിയിൽ ആയാൽ ഉദിച്ചു വന്നാൽ, ഒന്നുദിച്ച് മൗലിയിലെത്തുമ്പോഴേക്കും, ആ പൂർവാദ്രി മൗലിയിലേക്ക് എത്തുമ്പോഴേക്കും, അതായത് സൂര്യോദയം അല്പം കഴിയുമ്പോഴേക്കും, രാവിലെ ഉണർന്ന് അല്പനേരം കഴിയുമ്പോഴേക്കും ബാലന്മാർ വിശന്നു വന്ന്, ബാലന്മാർ, എത്ര ബാലന്മാരുണ്ടെന്ന് ഇവിടെ പറയുന്നില്ല, പക്ഷെ ബാലന്മാർ, മക്കൾ, ബാലന്മാർ, ഇത് ബഹുവചനമാണ്. ബാലന്മാർ വിശന്നു വന്ന്, അത് കാണുന്ന ഒരു അമ്മയുടെ മനസ്സൊന്ന് ആലോചിച്ചു നോക്കൂ. വിശന്നു വന്ന്, ബാലന്മാർ വിശന്ന് വന്ന്, വിശന്നു വന്ന്, വിശന്ന് ഓടി വരികയാണ്. ഇങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ല, കാരണം ഓടി വരികയാണ്. അവരെ കുട്ടികൾ ഓടി വരികയാണ്. വിശന്നു വന്ന് കാലിണ അവലംബിച്ച്, എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച്, അതാണ് ഇത് കാല്. കാലിണ അവലംബിച്ച്, കെട്ടിപ്പിടിച്ച്, കാലിണ കെട്ടിപ്പിടിച്ചിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആലാപിച്ചിടുന്നേരം, ഉറക്കെ കരയുമ്പോൾ, ആലാപിച്ചിടുന്നേരം മാരുള്ള തുല ചെയ്യുവാൻ ആളല്ലേ ഫണീന്ദ്രന്. ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടാകുന്ന ദുഃഖം, അതാണ് മാര്. ഉള്ളത് ഉര ചെയ്യുവാൻ, അറിയിക്കാൻ, പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷെ പറയുക എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗി അവിടെ അറിയിക്കുക, എന്റെ ദുഃഖം എത്രയാണ് എന്ന് അറിയിക്കാൻ. അതാണ് ഉര ചെയ്യുവാൻ ആളല്ലേ ഫണീന്ദ്രൻ. സമർത്ഥൻ അല്ല ഫണീന്ദ്രൻ, ഫണീന്ദ്രനും എന്നാണ്. ഇത്രയും യാഥാർത്ഥ്യം ഇവിടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഈ ബ്രാഹ്മണ പത്നി ഒരു പരിഹാരം നിർദ്ദേശിക്കാം. അതായത് ദുഃഖം അവതരിപ്പിക്കുക മാത്രമല്ല ഈ ബ്രാഹ്മണ പത്നി ചെയ്തത്, ബ്രാഹ്മണ പത്നി അതിനൊരു പരിഹാരം കൂടെ നിർദ്ദേശിച്ചു. അതാണ് ആ പദത്തിന്റെയും ആ കഥാപാത്രത്തിന്റെയും ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് പറയുകയാണ്, ഭർത്താവേ തവ വയസ്യൻ കേശവൻ എന്ന കീർത്തിയുണ്ടത് നിർണയം. അങ്ങയുടെ കൂട്ടുകാരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് കീർത്തിയുണ്ട്, അത് നിർണയം, അത് ഉറപ്പാണെന്ന് എനിക്കറിയാം, അത് സത്യമാണെന്ന് എനിക്കറിയാം. ആൾക്കാർ വെറുതെ പറയുന്നതല്ല, സത്യമാണ്, നിർണയം. ദൈത്യാരി മുകുന്ദനെ പ്രീത്യാ ചെന്നു കണ്ട് ഏവം വൃത്താന്തം ഉണർത്തിച്ചാൽ ആർത്തിശാന്തിയുണ്ടാകും എന്ന് ഈ ബ്രാഹ്മണ പത്നി ഉപദേശിച്ചു. അതായത് ഭർത്താവേ തവ വയസ്യൻ, ഭർത്താവേ, ഭർത്താവേ, തവ അങ്ങയുടെ, വയസ്യൻ അങ്ങയുടെ കൂട്ടുകാരൻ, വയസ്യൻ, കേശവൻ എന്ന്, ശ്രീകൃഷ്ണൻ എന്ന കീർത്തിയുണ്ട്, അതു നിർണയം. കീർത്തി, ഇതാണ് കീർത്തി.
കീർത്തി ഉണ്ട്, കീർത്തിയുണ്ട്. അതോ നിർണയം, അത് ഉറപ്പാണ്, സത്യമാണ് അർത്ഥം. കീർത്തി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണെന്നല്ല, ഈ വയസ്യനാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെനിക്കറിയാം, ഉറപ്പാണ്. ദൈത്യാരി മുകുന്ദനെ, ദൈത്യാരിയായിട്ടുള്ള മുകുന്ദനെ, ദൈത്യാരി രാക്ഷസരുടെ ശത്രു. ഇവിടെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രാക്ഷസൻ ഏതാണ്? ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം എന്ന രാക്ഷസനെ ഇല്ലാതെയാക്കുന്നവൻ എന്നുള്ള അർത്ഥം ഇവിടെ നമുക്ക് അതില് ആരോപിക്കാൻ സാധിക്കും. ഏതായാലും ദൈത്യാരിയായിട്ടുള്ള മുകുന്ദൻ ശ്രീകൃഷ്ണൻ. കാരണം അങ്ങനെ രാക്ഷസന്മാരെ ഇല്ലാതെയാക്കി അമ്പാടിയെ രക്ഷിച്ച ആളാണ്. മാത്രമല്ല ഇപ്പൊ അദ്ദേഹം ഭരിക്കുന്ന നാടിനെയും അങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതാണ് മുകുന്ദനെ, ശ്രീകൃഷ്ണനെ. പ്രീത്യ ചെന്നു കണ്ടേവം, പ്രീത്യ സന്തോഷത്തോടു കൂടി. ഇവിടെ ഈ സന്തോഷം എന്നുള്ള മുദ്ര കാണിക്കുന്നത് ഇവിടെ അത്യന്തം ശോകത്തോടു കൂടി നിൽക്കുന്നയാളാണ്. അപ്പൊ സന്തോഷം എന്ന് പറയുന്ന ഒരു സഞ്ചാരി ഭാവമാണ് ഇവിടെ വരുന്നത്. ആ സന്തോഷം എന്ന് പറയുന്ന സഞ്ചാരി ഭാവം ഈ ദുഃഖം എന്ന് പറയുന്ന അവിടുത്തെ സ്ഥായിയിൽ തന്നെ മുഴുകി, സ്ഥായിയുടെ ആ ഒരു അളവിൽ മാത്രമേ സന്തോഷം കാണിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. ആ ദുഃഖത്തോടു കൂടി, എന്നാ ഒരു ചെറിയൊരു സന്തോഷ ലാഞ്ചനയോടുകൂടി. കാരണം അങ്ങ് ശ്രീകൃഷ്ണനെ കാണുക എന്ന് പറയുന്നത് അങ്ങയ്ക്ക് സന്തോഷമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പ്രീത്യ സന്തോഷത്തോടുകൂടി. ചെന്നു കണ്ടേവം, ചെന്നു കണ്ട്, കണ്ട്. ഏവം വൃത്താന്തം അറിയിച്ചാൽ, നമ്മുടെ ഏവം ഇപ്രകാരം, നമ്മുടെ ഇപ്രകാരമൊക്കെയുള്ള ഈ വൃത്താന്തം, നമ്മുടെ ഇവിടുത്തെ ഈ വൃത്താന്തം അറിയിച്ചാൽ, വൃത്താന്തം ഉണർത്തിക്കാൻ, അങ്ങോട്ട് ഉണർത്തിക്കാൻ, വൃത്താന്തം അറിയിക്കുക. ഇതാണ് അറിയിക്കുക. വൃത്താന്തം അറിയിക്കുക. ഉണർത്തിച്ചാൽ, ഉണർത്തിച്ചാൽ ആർത്തിശാന്തി ഉണ്ടാകും. ദുഃഖത്തിന് ദുഃഖത്തിനൊരു നാശം ഉണ്ടാകും എന്ന് ഉപദേശിക്കുകയാണ് ഈ ബ്രാഹ്മണർ. ഇങ്ങനെ ഈ കുചേലവൃത്തത്തിലെ പദങ്ങളൊക്കെ മിക്കവാറും എല്ലാം വളരെ വളരെ ദീർഘമായ പദങ്ങളാണ്. ഇനിയും ചരണങ്ങളുണ്ട് ഇതിൽ, പക്ഷെ അത് അല്ലെങ്കിൽ പതിവിൽ. ഈ കുചേലവൃത്തത്തിലെ പദങ്ങൾ ദീർഘമാണെങ്കിലും അതിനകത്ത് അഭിനയിക്കാനുള്ള വ്യത്യസ്ത സഞ്ചാരി ഭാവങ്ങൾ ഇണക്കിക്കൊണ്ടാണ് ഈ കവി എഴുതിയിട്ടുള്ളത് എന്നുള്ളത് മുദ്രാഭിനയത്തിന്, പദാർത്ഥാഭിനയത്തിന് വളരെ വളരെ ഉപയുക്തമായ, അതേസമയം സംഗീതത്തിനും ഉപയുക്തമായ ഒരു സംഗതിയാണ്. ഈ ബ്രാഹ്മണ സ്ത്രീയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ, കുചേല പത്നിയുടെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ കുചേലൻ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നതാണ് ഈ പദത്തിന് മറുപടിയായിട്ടുള്ള കുചേലന്റെ പദം. അത് അടുത്ത മുദ്രാവാങ്മയത്തിൽ കാണാം. ആ മുദ്രാവാങ്മയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ തുടർച്ചയായി വരുന്ന നമ്മുടെ അവതരണങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.